മോസ്കോ ഞങ്ങളുടെ ജീവിതത്തിലെ ഒരു അനുഗ്രഹം എന്തായിരുന്നു ചോദിച്ചാൽ ഞങ്ങളുടെ കുഞ്ഞുങ്ങളൊക്കെ കുറച്ച് പ്രായം എൻ്റെ മൂത്ത മകൾ 10th പാസ്സായതിനു ശേഷമാണ് മോസ്കോയിൽ. ഇപ്പോൾ രണ്ടാമത്തെ മകളന്ന് 8ാം ക്ലാസ്സിൽ പഠിക്കുന്നു, 8th മോന് 6th. അപ്പം കുഞ്ഞുങ്ങളൊക്കെ ഈ ജീവിതം കാണാനും അവർക്ക് ഇച്ചിരിയൊക്കെ അവിടുത്തെ നല്ല കാര്യങ്ങളൊക്കെ എൻജോയ് ചെയ്യാനും ഒക്കെയുള്ള സമയങ്ങൾ ആയിരുന്നു. അതിനുശേഷം ഞങ്ങൾ അവിടെ 3 വർഷക്കാലം ഉണ്ടായിരുന്നു. 3 വർഷക്കാലം മോസ്കോ ഞങ്ങൾ എൻജോയ് ചെയ്തത് എന്താണെന്ന് വെച്ചാൽ മോസ്കോയിലെ സമ്മർ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് റിയലി റിയലി ബ്യൂട്ടിഫുൾ. സൂര്യപ്രകാശം ലഭിക്കുന്ന 5 മാസമേ ഉള്ളൂ. 5 മാസം അവിടെ എവിടെ നോക്കിയാലും ഫ്ലവേഴ്സ് കൊണ്ട് കംപ്ലീറ്റ് ചെയ്യണം. അത് ആർട്ടിഫിഷ്യൽ ഫ്ലവർ അല്ല, നാച്ചുറൽ ഫ്ലവർ എവരിവെയർ. നിങ്ങൾ എവിടെ നോക്കിയാലും അവിടെ ഫ്ലവർ ഡെക്കറേഷനാണ്. ഈവൻ ഫ്ലവർ കൊണ്ടുള്ള ഇവിടെ ഈ റോഡിൻ്റെ സൈഡുകളിലെല്ലാം ഫ്ലവർ കൊണ്ടുള്ള വലിയ വലിയ ക്ലോക്ക് എവിടെ നോക്കിയാലും. റഷ്യ മാത്രമേ കണ്ടിട്ടുള്ളൂ. റഷ്യയിൽ ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സംഗതി റഷ്യയുടെ പഴയ 1909 വരെ അവിടുത്തെ ക്യാപിറ്റലായിരുന്നു സെന്റ് പീറ്റേഴ്സ്ബർഗ്. ലെനിൻഗ്രാഡ് എന്നായിരുന്നു പണ്ടറിയപ്പെടുന്നത്. സെന്റ് പീറ്റേഴ്സ്ബർഗിൽ ഞങ്ങളൊരു 5 ദിവസത്തെ ഒരു യാത്ര ചെയ്തിരുന്നു. അവിടെ ഇറ്റ്സ് റിയലി ബ്യൂട്ടിഫുൾ. നമ്മളവിടെ ചെന്നാൽ അവിടുത്തെ ഓരോ ബിൽഡിങ്സ്, ഓരോ ചർച്ചുകളൊക്കെ ഹ്യൂജ് ചർച്ചുകളും അത് മാത്രം ഭംഗിയായിട്ടാണ് അവരത്. ഓർത്തഡോക്സ് ചർച്ചുകളാണോ? അതെ, ഓർത്തഡോക്സ് ചർച്ചുകളാണ്. ആക്ച്വലി കമ്മ്യൂണിസ്റ്റ് ഭരണം ഏറ്റെടുത്തതിന് ശേഷം ലെനിന് അതെല്ലാം ഇടിച്ചു കളയാനായിട്ട് അവർക്കൊരു താല്പര്യം ഉണ്ടായിരുന്നു. ഇത് ചിലപ്പം ഞാൻ വായിച്ചറിഞ്ഞിട്ടുള്ളതാണ്. പക്ഷേ അദ്ദേഹം അതിന് സമ്മതിച്ചില്ല. അതൊക്കെ വലിയ വലിയ ബാൺസായിട്ട് അവർ കൺവേർട്ട് ചെയ്തു. 90s ഇതിൻ്റെ പുതിയ എൽസിൻ വന്നതിന് ശേഷം അതൊക്കെ റീകൺസ്ട്രക്ട് ചെയ്ത് വീണ്ടും പഴയതുപോലെ ആൾക്കാർക്ക് പോയി പ്രവർത്തിക്കാം. പഴയതുപോലെ അത് റീമോഡൽ ചെയ്തെല്ലാം എടുത്തു. അപ്പോൾ അവരത് നശിപ്പിച്ചിട്ടില്ലായിരുന്നു. അതുകൊണ്ട് അവിടുത്തെ അതെല്ലാം റിയൽ മോണുമെന്റ്സ് ആണ്. പിന്നെ നമുക്കറിയാമല്ലോ ക്രെംലിൻ, അതൊക്കെ ജീവിതത്തിലെ വലിയ വലിയ അനുഭവങ്ങളാണ്. അതൊക്കെ കാണാൻ സാധിച്ചു. സെന്റ് പീറ്റേഴ്സ്ബർഗ് കാണാൻ സാധിച്ചു. അവിടുത്തെ മെട്രോ സ്റ്റേഷനുകളെ പറ്റി യെസ് അത് നമ്മൾ പറയാതിരുന്നാൽ അത് അവിടുത്തെ എല്ലാ മെട്രോ സ്റ്റേഷൻസും ഏകദേശം 100 വർഷക്കാലമൊക്കെ പഴയതാണെങ്കിലും അത് ഒത്തിരി വളരെ താഴ്ചയിലാണ് കേട്ടോ. എസ്കലേറ്ററിൽ നമ്മൾ കയറിയാൽ ഏകദേശം 2 മിനിറ്റൊക്കെ എടുത്താണ്. അവിടെ വിക്ടറി പാർക്ക് എന്ന് പറയുന്ന ഒരു മെട്രോ സ്റ്റേഷൻ, അതാണ് ഏറ്റവും ഡീപ്പസ്റ്റ് ആയിട്ടുള്ളത്. അവിടുത്തെ ഒരു കാര്യം, 8 മില്യൺ ആളുകളാണ് അവിടുത്തെ മെട്രോ എല്ലാവരും യൂസ് ചെയ്യുന്നത്. ഓരോ 45 സെക്കൻഡ്സിൽ 45 to 1 മിനിറ്റിൽ ഓരോ ട്രെയിനും വന്നുകൊണ്ടിരിക്കും. അവിടെ ലക്ഷക്കണക്കിന് ആളുകൾ ഒരുപോലെ കടന്നു പോകുന്നു, ഒരുപോലെ തിരിച്ചു പോകുന്നു. അവിടെ ഒരു തരത്തിലുള്ള ഡിസിപ്ലിൻഡ്. അത് തന്നെയല്ല സെന്നി, ഓരോ സ്റ്റേഷനിലും 10 സെക്കൻഡ് അടുത്തേ നിർത്തുകയുള്ളൂ. പക്ഷേ അവിടെ നിന്ന് ആയിരക്കണക്കിന് ആളുകൾ വിത്തൗട്ട് എനി ഹിൻഡ്രൻസ് അകത്ത് കയറും, അതുപോലെ ഇറങ്ങും. വളരെ ക്ലിയർ ആണ്. കയറേണ്ടിയവർ നടുക്കൂടെ കയറും, ഇറങ്ങേണ്ടിയവർ 2 സൈഡിൽ കൂടെ ഇറങ്ങും. ബോംബെ പോലല്ല. അല്ലല്ല, അത് ക്ലിയർ ആയിട്ട്. അതുകൊണ്ട് ആർക്കും ഒരു പ്രശ്നമില്ല. അവര് ഇറങ്ങുന്നു, ഇവർ കയറുന്നു, പോകുന്നു. കഴിയാത്തവര് അവിടെ നിൽക്കുന്നു. അടുത്ത 1 മിനിറ്റിനുള്ള അടുത്ത ട്രെയിൻ വരും. റഷ്യയിൽ എത്രമാത്രം യാത്ര ചെയ്തിട്ടുണ്ടാവും അങ്ങോട്ടും ഇങ്ങോട്ടും? റഷ്യയില് ആക്ച്വലി എനിക്ക് അന്ന് 2 കാര്യങ്ങൾ. ഒന്ന്, റഷ്യ പൊളിറ്റിക്കലി ഒത്തിരി ആക്റ്റീവായിട്ടുള്ള ഒരു കൺട്രി ആയിരുന്നു. അപ്പോൾ നമുക്ക് ഓഫീസിലെ തന്നെ ഞങ്ങളൊക്കെ 8 മണിയൊക്കെ ആയിട്ടാണ് പോകുന്നത്. പ്ലസ് കുഞ്ഞുങ്ങളുടെ പഠിത്തം. കുഞ്ഞുങ്ങളൊക്കെ എൻ്റെ മൂത്ത മകൾ അവിടുന്നാണ് 12th കംപ്ലീറ്റ് ചെയ്ത്. കുഞ്ഞുങ്ങളുടെ പഠിത്തം സ്കൂളിൽ നമ്മൾ ചില ദിവസങ്ങളിൽ പാരൻറ് ടീച്ചേഴ്സ് മീറ്റിങ്ങിനൊക്കെ പോവുക. പിന്നെ നമ്മുടെ ഫ്രണ്ട്സിൻ്റെയൊക്കെ വീടുകളിൽ പാർട്ടികളൊക്കെ അറേഞ്ച് ചെയ്യുക, അതിനൊക്കെ പോവുക. അപ്പം ഞങ്ങൾക്ക് ഒത്തിരി എക്സ്റ്റെൻസീവായിട്ടൊന്നും യാത്ര ചെയ്യാൻ ഒത്തിട്ടില്ലെങ്കിൽ ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാം കൂടി ഓരോ വീക്കെൻഡുകളിലും അവിടെയുള്ള ഒരു 10 മെട്രോ സ്റ്റേഷൻ അപ്പുറേ ഉള്ള സ്ഥലങ്ങൾ പോവുക. പിന്നെ മോസ്കോയിൽ ഞങ്ങൾ റഷ്യൻ സർക്കസ്, അതിൻ്റെ അരീനയിൽ പോയി കണ്ടു. ഇറ്റ്സ് ബ്യൂട്ടിഫുൾ. അത് അത് നമുക്ക് അതിൻ്റെ ബ്യൂട്ടി ഒന്നും പറഞ്ഞറിയിക്കാനൊക്കെ അല്ല. അതൊക്കെ നമ്മൾ അവിടെ ഇരിക്കുന്ന ഓരോ നിമിഷവും നമ്മളത് എൻജോയ് ചെയ്യുക മാത്രമല്ല, അത്ഭുതത്തോടു കൂടിയാണ്. അതൊരു സംഗതിയാണ്. പിന്നെ അവിടുത്തെ
പല പല സ്ഥലങ്ങളെ അവിടുത്തെ എന്താ പറയുക പ്ലാനറ്റോറിയം അങ്ങനെ വേരിയസ് മ്യൂസിയംസ് ഒക്കെ ഒത്തിരി കാണാനെത്തിയിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ സെൻറ്റ് പീറ്റേഴ്സ്ബർഗിലെ അവിടുത്തെ മ്യൂസിയംസ് ഒക്കെ കാണണമെങ്കിൽ അത് മില്യൺസ് ഓഫ് ഐറ്റംസ് ആണ്. അപ്പം ഒരാഴ്ചയൊക്കെ നടന്നാലും അത് കാണാൻ പറ്റില്ല. നമ്മൾ ബിഗ് ആണ്. പിന്നെ നമ്മൾ 5 ദിവസത്തിനുള്ളിൽ കാണാവുന്ന കാര്യങ്ങളൊക്കെ കണ്ട് അനുഭവിച്ച് ഞങ്ങൾ തിരിച്ചു പോന്നു. മോസ്കോയിൽ നിന്ന് ഞങ്ങൾ നേരെ ഡൽഹിയിൽ വന്ന് 1 വർഷത്തിന് ശേഷം ഞങ്ങൾ കടന്നുപോയത് പോർട്ട് ഓഫ് സ്പെയിൻ. അതായത് ക്രിക്കറ്റിൻ്റെ വെസ്റ്റ് ഇൻഡീസ് പറയുമ്പോൾ ബ്രയൻ ലാറ, ബ്രാവോ, പോളാർഡ് ഒക്കെയുള്ള പോർട്ട് ഓഫ് സ്പെയിൻ. അതിൻ്റെ അത് നമ്മുടെ ട്രിനിഡാഡ് പോർട്ട് ഓഫ് സ്പെയിനിൽ അവിടാണ് ഗാവസ്കർ 71-ൽ 220 റൺസ് അടിച്ചത്. ഞങ്ങളുടെ വീടിന് വളരെ അടുത്തായിരുന്നു. ബ്രയൻ ലാറ താമസിക്കുന്ന ഞങ്ങളുടെ എംബസിയോട് ഒരു 1.5 മൈൽ ദൂരെയുള്ള സ്ഥലമായിരുന്നു അദ്ദേഹം. അവരൊക്കെ എംബസി ഹൈക്കമ്മീഷനാണ്. ഹൈക്കമ്മീഷനിൽ വിസ ഒക്കെ എടുക്കാനായിട്ട് വരുമായിരുന്നു. അത് തന്നെയല്ല, അവരൊക്കെ വളരെ ഡൗൺ ടു എർത്ത് ആളുകളാണ്. അവരോടൊക്കെ ഞങ്ങൾ ഒരിക്കൽ ഇങ്ങനെ ഹൈക്കിങ്ങിന് പോയപ്പോൾ ഞങ്ങൾ ഫ്രണ്ട്സ് കൂടി ഇങ്ങനെ സംസാരിച്ച് മുകളിലോട്ട് കടന്നു പോകുമ്പോൾ 4 വെസ്റ്റ് ഇന്ത്യൻ ആളുകൾ ഇങ്ങോട്ട് വരുന്നു. അപ്പം ഞങ്ങൾ അത്രയും നോക്കിയില്ല. ഉടനെ അതിലൊരാൾ ചോദിച്ചു, ആർ യു ഫ്രം ഇന്ത്യ? നോക്കിയപ്പോൾ ബ്രയൻ ലാറയും 3 ഫ്രണ്ട്സുമായിരുന്നു. അപ്പം ഞാൻ എൻ്റെ ഡൽഹിയിൽ വന്ന ഒരു ഫ്രണ്ടിനെ അവിടെ കാണിക്കാനായിട്ട് ഞങ്ങളിങ്ങനെ നടന്നു പോകുമായിരുന്നു. അദ്ദേഹം ഹി വാസ് സോ എക്സൈറ്റഡ്. എന്നിട്ട് ഉടനെ അവരുടെ കൂടെ ഫോട്ടോ എടുക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ അവർ പറഞ്ഞു, എൻ്റെ വീട് ഇവിടാണ്, നിങ്ങൾ എംബസിയിൽ നിന്നാന്ന് പറഞ്ഞു, ഹൈ കമ്മീഷനാന്ന് പറഞ്ഞു. ഓക്കെ, യു ആർ വെൽക്കം ഹിയർ, ഞങ്ങളുടെ വീട്ടിലോട്ട് വരണമെന്നൊക്കെ പറഞ്ഞ് വെൽക്കം ഒക്കെ ചെയ്തു. പക്ഷെ നമുക്ക് പോകാനൊന്നും പറ്റില്ല, ഇത് വേറൊരു സംഗതി. അങ്ങനെ അവിടെ ആക്ച്വലി ഞങ്ങൾ അവിടെ കണ്ട ഒരു സംഗതി എന്താണെന്ന് ചോദിച്ചാൽ, അവിടെ ഒരു വലിയ സെൻറ്റർ ഓഫ് ദി പോർട്ട് ഓഫ് സ്പെയിൻ അവിടെ വലിയൊരു മൈതാനമുണ്ട്. അതിന് ചുറ്റും 3.5 കിലോമീറ്ററാണ്. അപ്പോൾ ആളുകളെല്ലാം വാക്കിങ്ങിന് അവിടെ വരും. അത് രാവിലെ 4 മണി തൊട്ട് രാത്രി 12 വരെ എപ്പോഴും ആളുകൾ അവിടെ കാണും. അവിടെ പ്രസിഡന്റ് വരും, അവിടെ പ്രൈം മിനിസ്റ്ററിനെ അങ്ങനെ കണ്ടിട്ടില്ല, മിനിസ്റ്റേഴ്സൊക്കെ അവിടെ വരും, ജഡ്ജസ്, ഹൈ റാങ്കിങ് ഒഫീഷ്യൽസ് എല്ലാം വരും. വിത്തൗട്ട് എനി സെക്യൂരിറ്റി പ്രോബ്ലം അവരെല്ലാം അവിടെ ഒരു ഷോർട്സും റണ്ണിങ് ജോഗിങ് ഇതൊക്കെ ചെയ്യും. അപ്പോൾ അവിടെ കാണുമ്പോൾ ഹലോ പറഞ്ഞിട്ട് എല്ലാവരും പോവും. അതൊക്കെ ഒരു സ്പെഷ്യൽ, നമ്മുടെ രാജ്യവുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അതൊക്കെ എൻറ്റയർലി നമുക്കൊന്നും ഇമാജിൻ ചെയ്യാത്ത സംഗതികളാണ്. പോർട്ട് ഓഫ് സ്പെയിനിൽ ഞങ്ങൾ എൻജോയ് ചെയ്ത് ജസ്റ്റ് ലൈക്ക് കേരള. അവിടെ അവിടെ കപ്പയൊക്കെ കഴിച്ച് ഞങ്ങൾ മടുത്തു. കപ്പ, ഏത്തപ്പഴം, പിന്നെ തേങ്ങ, ചെറിയ പഴം, പപ്പായ കിട്ടാൻ ഈ സുലഭമാണ്. ഓ യെസ് യെസ് യെസ്. ഞങ്ങളതൊക്കെ ഏത്തപ്പഴമൊക്കെ ഇങ്ങനെ അവിടെയും പൗണ്ടാണ്, 10-20 പൗണ്ടൊക്കെ മേടിച്ചുകൊണ്ട് പോയി കഴിക്കുകയും, അത് ഏത്തപ്പഴം മാത്രമല്ല പച്ച ഏത്തക്കായും കിട്ടും. അപ്പോൾ അത് കൊണ്ടുപോയി നമ്മൾ ചിപ്സൊക്കെ ഉണ്ടാക്കി ഞങ്ങൾ ഫ്രണ്ട്സ്, നമ്മുടെ നോർത്ത് ഇന്ത്യനിലൊക്കെ ഫ്രണ്ട്സിനൊക്കെ അതൊക്കെ വലിയ ഇഷ്ടമല്ലേ. അപ്പോൾ അതൊക്കെ നാട്ടിൽ നിന്ന് കൊണ്ടുവരാന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ അവിടെ തന്നെ ഉണ്ടാക്കി ഫ്രഷായിട്ട് കൊടുക്കുകയും അങ്ങനെ വളരെ സന്തോഷകരമായി. ഞങ്ങൾ 6 ഫാമിലീസ് ഒരു ഗവൺമെൻറ് ഓൺഡ് ബിൽഡിങ്ങിലായിരുന്നു താമസിക്കുന്നത് ഒരുമിച്ച്. അപ്പോൾ അതൊരു വലിയ അനുഭവമായിരുന്നു. അതിനുശേഷം ഞങ്ങൾ പോർട്ട് ഓഫ് സ്പെയിനിൽ നിന്ന് ഡൽഹിയിൽ കടന്നുപോയി. ഞാൻ അവിടെ ഫോറിൻ സർവീസ് ഇൻസ്റ്റിറ്റ്യൂട്ടിലായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അവിടെ 2 വർഷത്തിന് ശേഷം ഞങ്ങൾക്ക് വീണ്ടും ഹ്യൂസ്റ്റൺ, കോൺസുലേറ്റ് ഓഫ് ജനറൽ ഹ്യൂസ്റ്റണിലേക്ക് ഞങ്ങൾക്ക് പോസ്റ്റിംഗ് ലഭിച്ചു. ഹ്യൂസ്റ്റണിൽ നിന്ന് അവിടെ 3 വർഷക്കാലം വളരെ ടഫ് ആൻഡ് വളരെ ബിസി ലൈഫായിരുന്നു അവിടെ കേട്ടോ. മില്യൺസ് ഓഫ് ഇന്ത്യൻസ്. ടെക്സാസ് കൂടാതെ മറ്റ് സ്റ്റേറ്റുകളും ഉണ്ടല്ലോ. 8 സ്റ്റേറ്റുകളാണ് ഈ കോൺസുലേറ്റിൻ്റെ അണ്ടറിൽ. ടെക്സാസിലൊക്കെ എസ്പെഷ്യലി ഡാലസ്, ഹ്യൂസ്റ്റണൊക്കെ ഫുൾ ഓഫ് ഇന്ത്യൻസ് ആൻഡ് മോസ്റ്റ് ഓഫ് ദം ആർ മലയാളി. കൂടുതൽ പാസ്പോർട്ട്, പിന്നെ OCI കാർഡ്സ്, കാരണം സിറ്റിസൺഷിപ്പ് എടുക്കുന്നവരിങ്ങനെ ഓരോ വർഷവും ലക്ഷക്കണക്കിന് ആളുകൾ കിട്ടുന്നുണ്ടല്ലോ. അപ്പോൾ അത് വളരെ വളരെ ബിസി ആയിട്ടുള്ളൊരു സ്റ്റേഷനാണ്. അതിനുശേഷം ഞങ്ങൾക്ക് ആഫ്രിക്കയിൽ എറിട്രിയ എന്നൊരു രാജ്യത്തേക്ക് 11 മാസത്തേക്കൊരു ലാസ്റ്റ് പോസ്റ്റിംഗ് ലഭിച്ചു. അവിടെ നിന്ന് ഞാൻ റിട്ടയർ ചെയ്തു, നാട്ടിൽ കടന്നുപോയി. സുഡാനോട് നെക്സ്റ്റ് പറയാൻ ആഗ്രഹിച്ചത് അതിൻ്റെ നെയ്ബറിംഗ് കൺട്രിയാണ് സുഡാൻ, എത്യോപ്യ ആൻഡ് ഈജിപ്ത്. അതിൻ്റെ ഈസ്റ്റേൺ സൈഡ് റെഡ് സീ ആണ്. ഓക്കെ,
ഞങ്ങൾക്ക് ആദ്യത്തെ ഞങ്ങളുടെ പോസ്റ്റിംഗ് സുഡാനായിരുന്നു. സുഡാനിൽ നിന്ന് ഞങ്ങൾ അമേരിക്കയിലേക്ക് വാഷിങ്ടണിലേക്ക് കടന്നുപോയി. അതിനുശേഷം ആ സർക്കിൾ ഇങ്ങനെ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ഞങ്ങൾ ഹ്യൂസ്റ്റണിൽ വന്നു. ഹ്യൂസ്റ്റൺ അമേരിക്ക. അവിടുന്ന് ഞങ്ങൾ നേരെ സുഡാൻ്റെ നെക്സ്റ്റ് നെയ്ബറിങ് കൺട്രിയായ എറിട്രിയയിലേക്ക് ഞങ്ങൾക്ക് പോസ്റ്റിംഗ് കിട്ടി. ഞങ്ങൾ ആരംഭിച്ചിടത്ത് അവസാനിച്ചു. അത് വളരെ അതൊക്കെ കോയിൻസിഡൻസ് ആണ്. സർക്കിൾ കംപ്ലീറ്റ് ആക്കി ലൈഫിൻ്റെ ഒരു സ്പെഷ്യൽ സർക്കിൾ. ഞങ്ങൾ ഈ ഫോറിൻ അഫയേഴ്സിലുള്ള ജീവിതം അവസാനിച്ച് ഞങ്ങൾ നാട്ടിലേക്ക് കടന്നു പോകാൻ സാധിച്ചു. വളരെ വളരെ നല്ല അനുഭവങ്ങളാണ് ഞങ്ങൾ ഫേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസൊക്കെ ഇപ്പം ചിന്തിച്ച് നോക്കിയാൽ അതിൽ നിന്നൊക്കെ എങ്ങനെ കടന്നുപോയെന്നറിയത്തില്ല. കാരണം ഓരോ രാജ്യത്തും ചെല്ലുമ്പോൾ നമ്മൾ ഏത് റാങ്കിലുള്ള ആളാണെങ്കിലും ഫെസിലിറ്റീസ് ഉണ്ടെങ്കിലും എന്താണെന്നറിയാം, പുതുതായിട്ട് ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കണം, പുതുതായിട്ട് ബാങ്ക് അക്കൗണ്ട് തുടങ്ങണം, കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ അവർക്ക് സ്കൂൾ കണ്ടുപിടിക്കണം, അവർക്ക് അഡ്മിഷൻ ലഭിക്കണം, കുഞ്ഞുങ്ങൾ ഇന്ത്യയിലോ മറ്റു രാജ്യങ്ങളോ ആണെങ്കിൽ അവരുടെ കാര്യങ്ങൾ ഒക്കെ ഒത്തിരി സിം കാർഡ് എല്ലാം പുതുതാണ്. എവറിത്തിങ്, മൊബൈല്, പുതിയ ഫ്രണ്ട്സ്, പുതിയ ഭാഷ, പുതിയ കൾച്ചർ, ഓരോരുത്തരുടെയും കൾച്ചർ അനുസരിച്ചല്ല നമുക്ക് മറ്റുള്ളവരോട് ഇടപെടാനൊക്കെ ഉള്ളൂ. അപ്പം അതൊക്കെ ഒരു ജീവിതത്തിലെ വലിയൊരു അനുഭവമായിരുന്നു. ഇതൊക്കെ എന്നെപ്പോലെ ഒരു നെടുങ്കുന്നം പഞ്ചായത്തിൽ ചേലക്കൊമ്പ് എന്ന സ്ഥലത്ത് ഒരു ചെറിയ ഒരു വില്ലേജിൽ ജനിച്ച് വളർന്ന ഞാൻ ഇങ്ങനെ ലോകത്ത് വളരെ രാജ്യങ്ങളിൽ കടന്നു പോകാനും പല ഡിഗ്നിറ്ററീസിനെയും കാണാനും സംസാരിക്കാനും അവരെയൊക്കെ റിസീവ് ചെയ്യാനും അവരോട് സംസാരിക്കാനും ഒക്കെ അവസരം ലഭിച്ചു. ഇറ്റ് വാസ് റിയലി എ ബിഗ് ബ്ലെസ്സിങ്. ഓക്കെ ബാബു, ചുരുക്കുന്നതിന് മുമ്പ് ഒരു ചോദ്യം കൂടെ ചോദിക്കാനുള്ളത്, ഈ പറഞ്ഞ രാജ്യങ്ങളിലെല്ലാം പോയതിൽ ഏറ്റവും നന്നായി സംസാരിക്കാൻ പറ്റുന്ന ഭാഷ ഏതെങ്കിലും പഠിച്ചോ? അറബിക്ക് ഉൾപ്പെടെ, അല്ലെ റഷ്യൻ ഉൾപ്പെടെ കേട്ടാൽ മനസ്സിലാവുന്ന ഏതെങ്കിലും ലാംഗ്വേജ്? റഷ്യനൊക്കെ നമുക്ക് കേട്ടാൽ മനസ്സിലാകും, വായിക്കാനും കുറച്ചൊക്കെ അറിയാമായിരുന്നു. പക്ഷേ എൻ്റെ ജോലിയോടനുബന്ധിച്ച് കുറച്ച് വർഷങ്ങൾ നമുക്ക് കൂടുതൽ പബ്ലിക് ഡീലിങ്സ് ഇല്ലായിരുന്നതുകൊണ്ട് സുഡാനിൽ ഞാൻ കോൺസുലർ ഡിവിഷനിലായിരുന്നുകൊണ്ട് തീർച്ചയായിട്ടും ആളുകളെ അവിടെ ഇംഗ്ലീഷും ഓഫ് കോഴ്സ് അറബിക് കുറച്ചൊക്കെ പഠിച്ചിരുന്നു. പിന്നെ വാഷിങ്ടൺ ഓഫ് കോഴ്സ് ഇംഗ്ലീഷ്, പോർട്ട് ഓഫ് സ്പെയിൻ ഇംഗ്ലീഷ്, യമനിൽ അറബിക്കാണെങ്കിലും നമുക്കന്ന് ഇംഗ്ലീഷും അറബിക്കും കുറച്ചൊക്കെ. അറബിക്ക് എനിക്ക് സുഡാനിൽ നിന്ന് കുറച്ചറിയാമായിരുന്നുകൊണ്ട് ചില വാക്കുകളൊക്കെ അറിയാം. നമ്മൾ അതുകൊണ്ട് മാനേജ് ചെയ്തെന്നേ ഉള്ളൂ. പിന്നെ മോസ്റ്റ്ലി എല്ലാം ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രീസ് ആയിരുന്നു. അതുകൊണ്ട് നമുക്ക് അതിനെപ്പറ്റി കൂടുതൽ മറ്റ് ഭാഷകളൊന്നും പഠിക്കുവാനായിട്ട് താല്പര്യമുണ്ട്. കുഞ്ഞുങ്ങളൊക്കെ സ്പാനിഷും റഷ്യനും ഫ്രഞ്ചും ഒക്കെ കുറച്ചൊക്കെ പഠിച്ചു. അത് അവരുടെ തേർഡ് ലാംഗ്വേജ് ആയിട്ടൊക്കെ അവർ പഠിച്ചിട്ടുണ്ട്. ഇനിയും പോകണമെന്ന് ആഗ്രഹമുള്ള ഈ പറഞ്ഞ രാജ്യങ്ങൾ ഏതെല്ലാം? എനിക്ക് ഇഷ്ടമുള്ള ഒരു കൺട്രി എറിട്രിയ. അത് ഇത്രയും സുന്ദരവും മറ്റ് വേൾഡ് വൈഡ് എല്ലാവരും നോക്കിയാൽ അവർ വലിയ ഒന്നുമില്ല, ഡെവലപ്മെന്റ് ഒക്കെ വളരെ. നോബൽ പ്രൈസ് മാത്രം കിട്ടിയിട്ടുണ്ട് പ്രസിഡന്റ്. അതെന്താന്ന് ചോദിച്ചാൽ അവരുടെ ട്രൂസ് ഉണ്ടായതിനു വേണ്ടിയാണ്. അത് എറിട്രിയയുടെ പ്രസിഡന്റും നമ്മുടെ എത്യോപ്യൻ പ്രൈം മിനിസ്റ്റർക്കും കൂടെയാണ് കിട്ടിയത്. ഇത് അവിടുത്തെ ബ്യൂട്ടി, നാച്ചുറൽ ബ്യൂട്ടി, അല്ല. ശരി. അത് ഈ സുഡാനും സൊമാലിയൊക്കെ ഡെസേർട്ട് അല്ലേ? ഡെസേർട്ട് എന്ന് പറഞ്ഞാൽ ഖാർത്തൂം നൈൽ, ബ്ലൂ നൈൽ ആൻഡ് വൈറ്റ് നൈൽ കൺവേർജ് ചെയ്യുന്ന അവിടെ. ആക്ച്വലി അവിടെ ആ സ്ഥലം, സുഡാനുള്ള സ്ഥലം മുഴുവൻ നമ്മൾ കൃഷി ചെയ്താൽ ഒരിക്കൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് അൺഒഫീഷ്യലായിട്ടുള്ള ഒരു സജഷൻ പോയതാണ്. അവിടെ നമ്മൾ കൃഷി ശരിയായിട്ട് ചെയ്യുകയാണെങ്കിൽ എൻ്റെ ആഫ്രിക്കയ്ക്കുള്ള ഫുഡ് കിട്ടാമെന്നാണ് പല വിദഗ്ധരും പറയുന്നത്. ഓക്കെ. സോ ശരിക്കും പറഞ്ഞാൽ ബാബു ഒരു ഗ്ലോബിന്റെ ഹാഫ് അല്ലേ കവർ ചെയ്തുള്ളൂ? ഒരു ഹാഫ് ഇല്ല, പെൻഡിങ്. ആക്ച്വലി എൻ്റെ ആഗ്രഹം, എനിക്ക് ഹ്യൂസ്റ്റണിലേക്ക് എൻ്റെ പോസ്റ്റിംഗ് വരുന്നതിന് മുമ്പേ ഞങ്ങൾക്ക് ചോയ്സ് കൊടുക്കാം. അപ്പോൾ ഞാൻ മോസ്റ്റ്ലി കൊടുത്ത ചോയ്സുകൾ യൂറോപ്പ് ആൻഡ് ഓസ്ട്രേലിയ. കാരണം ആ സൈഡിലേക്ക്, സൗത്ത് ഈസ്റ്റിലേക്ക് പോയിട്ടില്ല. പിന്നെ യൂറോപ്പിൽ ഞങ്ങൾ മോസ്കോ ചെയ്തെന്ന് പറഞ്ഞാൽ അതൊരു യൂറോപ്യൻ കൺട്രി അല്ല. കാരണം അതിൻ്റെ വലിപ്പം കൊണ്ട് യൂറോപ്പിലെ മറ്റേത് രാജ്യത്ത് പോയാലും നമുക്ക് ആ രാജ്യങ്ങളെല്ലാം കവർ ചെയ്യാം. അതുപോലെ ചെറിയ കൺട്രി. റഷ്യ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ഹ്യൂജ് കൺട്രി. എൻ്റെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, ഇപ്പോഴും നടക്കാതിരിക്കുന്ന ഒരു ആഗ്രഹം, സൈബീരിയൻ റെയിൽവേ ട്രെയിനിൽ ഒന്ന് കയറണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അത് വ്ളാഡിവോസ്റ്റോക്ക് മുതൽ
ഈസ്റ്റ് മുതൽ വെസ്റ്റ് വരെ. അത് അതങ്ങ് മംഗോളിയ വരെ പോകുന്നു. 7 ദിവസത്തെ ജേണിയാണ്. അത് വലിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, അത് നടന്നില്ല. ദൈവം അനുവദിച്ചാൽ ജീവിതത്തിൽ എന്തെങ്കിലും അത് നടന്ന് കിട്ടണമെന്ന് എനിക്കൊരു ആഗ്രഹമുള്ള ഒരു സംഗതിയാണ്. അതാണ് ഒരു സംഗതി. പിന്നെ എനിക്ക് തീർച്ചയായിട്ടും വെസ്റ്റ് ഇൻഡീസിൽ ഒന്നുകൂടി ഞാൻ ജമൈക്കയിൽ അവിടെ പോയിട്ടുള്ളൂ. പിന്നെ ട്രിനിഡാഡ് ആൻഡ് ടുബേഗോ സെക്കൻഡ് കൺട്രി, ആ കൺട്രിയുടെ പാർട്ട് തന്നെയാണ്. ഞങ്ങൾ അവിടെ ഒക്കെ പോയിട്ടുണ്ട്. ബാക്കി മറ്റ് ഞാൻ ഈ 2 ജമൈക്കയിൽ മാത്രമേ അവിടെ നിന്ന് പോയുള്ളൂ. പിന്നെ ഞാൻ ഓഫ് കോഴ്സ് സൗത്ത് അമേരിക്കയിലെ ബൊഗോട്ട പ്ലസ് കൊളംബിയ പോകാനുണ്ട്. അവിടെ പോയി. അവിടെ പോയിട്ടുണ്ട്. ഒഫീഷ്യൽ ബ്രസീലും അങ്ങനെ പോയിട്ടില്ല. എൻ്റെ ഒന്നുകിൽ ബ്രസീൽ ഞാൻ ആഗ്രഹിച്ചിരുന്നു. പക്ഷെ എന്ത് പറ്റിയെന്ന് ചോദിച്ചാൽ അന്ന് ഞങ്ങൾക്ക് ആ മീറ്റിങ്ങിൽ, എൻ്റെ പോസ്റ്റിംഗ് ഡിസൈഡ് ചെയ്യുന്ന ആ മീറ്റിങ്ങിൽ അമേരിക്കയിലെ 3-4 മിഷൻസിലെല്ലാം വേക്കൻസി ഉണ്ടായിരുന്നു. ഞാൻ ജസ്റ്റ് അതും കൊടുത്തു. അപ്പം ദൈവത്തിൻ്റെ ഹിതമായിരുന്നു. കാരണം ഞങ്ങളുടെ ജീവിതത്തിലെ മറ്റ് സംഭവങ്ങൾ, അതിന് ലേറ്റർ ഓൺ സംഭവിച്ച സംഭവങ്ങൾ കാണുമ്പോൾ അത് ദൈവത്തിൻ്റെ ഹിതമായിരുന്നു. അത് ഇറ്റ് വാസ് ഫോർ ഗുഡ് എന്ന് ഞങ്ങൾ മനസ്സിലാക്കി. ഞങ്ങളത് ഇനിയും യൂറോപ്പും ഓസ്ട്രേലിയയും ഒക്കെ ദൈവം ഞങ്ങൾക്ക് അതിനുള്ള അവസരം തരും എന്നുള്ള വിശ്വാസവും, അങ്ങനെ തന്നെങ്കിൽ പോകണമെന്നുള്ള ആഗ്രഹവും ഇപ്പോഴും മനസ്സിലുണ്ട്. താങ്ക് യു ബാബു. ഹിസ്റ്റൺ വോയിസ് സഹകരിച്ചതിൽ ഒത്തിരി സന്തോഷം. താങ്ക് യു വെരി മച്ച്. കാണാൻ വേണ്ടി അടുത്ത വീട്ടിലേക്ക് എത്തിക്കാം. താങ്ക് യു.